ഹലോ. അപ്പം മിക്സിയും കാരക്കയൊക്കെ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ട്രെൻഡായി കഴിഞ്ഞ് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ കാസർഗോഡുകാരെ സ്വന്തം ചക്ലി. ഇത് ട്രെൻഡായിരുന്ന സമയത്ത് ഒരുപാട് വീഡിയോ കണ്ട് കണ്ട് അതിൻ്റെ റെസിപ്പിയൊക്കെ ഏകദേശം കാണാപ്പാടാണ്. അപ്പോൾ എല്ലാ വീഡിയോസിലും ആൾക്കാർ ചെയ്യുന്നത് കണ്ട് അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സപ്പാക്കി ഞങ്ങളങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ലേ. ഇനിയിപ്പോൾ നാളെ ബാത്റൂമിൽ യുദ്ധം നടക്കാണ്ടിരുന്നാൽ ഭാഗ്യം. എന്തായാലും ഒന്നിനും ഞങ്ങളൊരു കുറവ് വരുത്തിയില്ലേ. കാരക്കയിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും എല്ലാം ചേർത്ത് ഞങ്ങൾ കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ചെടുത്തതാണേ. ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും പണിയാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. മിക്സീൻ്റെ മൂടി പിടിക്കാൻ മറന്നു പോയപ്പോൾ മൊത്തം പുറത്തു പോയി. ചുമരിലും നിലത്തും ഒക്കെ വന്നതിനെ. പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഒരുവിധം ഇത് അടിച്ചെടുത്ത്. ഇതിലെല്ലാവരും കപ്പൻ്റെ ചിപ്സാണ് ഉപയോഗിക്കുന്നത് കണ്ടത്. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇങ്ങനത്തെ വട്ടത്തിലുള്ള നുറുക്കലും ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതെടുത്താണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് നമുക്ക് വലിയ പിടിയില്ലാത്തതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കാനും ഞങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഉണ്ടായുള്ളൂ. കുറച്ച് സ്റ്റാൻഡേർഡാക്കി സ്പൂൺ കൊണ്ടൊക്കെ നല്ല മിക്സ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് നടന്നില്ല. ഇത് നല്ല ഈ കാരക്കയൊക്കെ ആയതുകൊണ്ട് തിക്കായിട്ടുള്ള സാധനമാണ്. അപ്പോൾ പിന്നെ കൈ തന്നെ ഉപയോഗിച്ച്. ചിലരിത് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് കണ്ട്, ചിലർ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളിയും മല്ലിയിലയും ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. ഞങ്ങളേതായാലും ഒന്നിനും ഒരു കുറവ് വരുത്തിയില്ല കേട്ടോ. കുറച്ച് ഉള്ളിയും മല്ലിയിലയും ഒക്കെ വെതറി തന്നെ കഴിച്ച് നോക്കിയേ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. എന്തായാലും ഉള്ളി ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ ഈ ചാട്ടൊക്കെ കഴിക്കൂലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ചാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഓക്കെ, ബൈ.